പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുഞ്ഞുമക്കളുടെ വിയോഗമാണ് നമുക്ക് തീരെ സഹിക്കാൻ പറ്റാത്തത്. അത് മാതാപിതാക്കൾക്ക് മാത്രമല്ല, ഈ കാണുന്ന ഈ കേൾക്കുന്ന ഞങ്ങൾക്കും സഹിക്കുന്നതിനപ്പുറമാണ്. ഒരുപാട് വേദനയോടെയും ഒരുപാട് സങ്കടത്തോടെയുമാണ് ഈ വാർത്ത നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. വീണ്ടും റംബൂട്ടാൻ ഒരു വില്ലനായി ഒരു കുഞ്ഞു മകളുടെ മരണം സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള മരണം ആ മാതാപിതാക്കൾ എങ്ങനെ സഹിക്കുമെന്നറിയില്ല. ഈ ഒരു ജന്മകാലം മുഴുവനും ആ മാതാപിതാക്കൾക്ക് ഇത് മനസ്സിൽ നിന്നും മായുകയുമില്ല. പടച്ച റബ്ബ് ക്ഷമയും സഹനശക്തിയും റബ്ബ് കൊടുക്കട്ടെ. ആമീൻ. മറക്കാനുള്ള ആ മനസ്സ് റബ്ബ് കൊടുക്കട്ടെ. 2 ആഴ്ച മുമ്പാണ് വെറും ഒരു 8 മാസം പ്രായമുള്ള കുഞ്ഞ് ഇതുപോലെ റംബൂട്ടാൻ തൊണ്ടയിൽ കുരുങ്ങി മരണപ്പെട്ടത്. ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾക്ക് പടച്ച റബ്ബ് ക്ഷമയും സഹനശക്തിയും കൊടുക്കട്ടെ. മാതാപിതാക്കൾ ഇപ്പോൾ ഖബറിന്റെ കാവൽക്കാരായി മാറുകയാണ്. ഏത് നിമിഷവും മാതാപിതാക്കൾ ഖബറിന്റെ കരയിൽ തന്നെ, ഇതുപോലുള്ള കുഞ്ഞു മക്കൾക്ക് വേണ്ടി. അവർക്കൊരിക്കലും ഇത് ജീവിതകാലം മുഴുവനും മറക്കാൻ പറ്റില്ല. എൻ്റെ നാട്ടിൽ തന്നെ സംഭവം ഉണ്ടായിരുന്നു, വർഷങ്ങളായി. പക്ഷെ എന്നിട്ടും ആ ഉമ്മക്ക് ആ മകളെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. വെറും 6 വയസ്സുള്ള ആ മകൾ മരണപ്പെട്ടിട്ട് ഇന്നേക്ക് 18 വർഷമായി. എന്നിട്ടും ആ ഉമ്മ ആ മകളുടെ വസ്ത്രങ്ങളെല്ലാം അടക്കി വെക്കും. ഇടയ്ക്കൊക്കെ ആ വസ്ത്രം എടുത്തു നോക്കും. ആ മകളുടെ ജന്മദിന ദിവസം മകൾക്ക് വാങ്ങിച്ചു കൊടുത്ത വസ്ത്രങ്ങളൊക്കെ വെച്ച് പൊട്ടിക്കരയുമത്രേ ആ ഉമ്മ. 18 വർഷമായിട്ടും ആ മകളെ മറക്കാതെ ആ വസ്ത്രങ്ങൾ ഇങ്ങനെ ഒതുക്കി വെക്കുക. 18 വർഷമായിട്ടും മറക്കാൻ പറ്റാതെ ആ മകളുടെ വസ്ത്രങ്ങൾ ഇങ്ങനെ ഒതുക്കി വെക്കുക. ഇപ്പോഴും പടച്ച റബ്ബ് മറക്കാനുള്ള സഹനശക്തി കൊടുക്കട്ടെ. ആമീൻ. പടച്ച റബ്ബേ, ഒരു മാതാപിതാക്കൾക്കും ഇതുപോലുള്ള ഒരു അവസ്ഥ കൊടുക്കല്ല റബ്ബേ. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം കൊടുത്ത് അവരെ പരീക്ഷിക്കല്ല റബ്ബേ. ഇതുപോലെ എത്രയെത്ര മാതാപിതാക്കൾ മക്കളെ മറക്കാൻ പറ്റാതെ ഖബറിൻ കരയിൽ ഞങ്ങൾ കാണുന്നതാണ്. പൊട്ടിക്കരയുന്നത് ഞങ്ങൾ കാണുന്നതാണ്. കഴിഞ്ഞ 2 ആഴ്ച മുന്നേ നടന്നത് പെരുമ്പാവൂരാണ്. ഇത്തവണ പെരുമ്പാവൂർ കണ്ടന്തറയിൽ 6 വയസ്സുകാരിയാണ് ദാരുണമായി മരണപ്പെട്ടത്. കണ്ടന്തറ ചിറയത്ത് വീട്ടിൽ മൻസൂറിന്റെ മകൾ നൂറ ഫാത്തിമ റംബുട്ടാൻ പഴം കഴിക്കുന്നതിനിടെ തൊണ്ടയിൽ കുരുങ്ങുകയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഞായറാഴ്ച വൈകിട്ട് 5:30 സംഭവം. കണ്ടന്തറ ഹിദായത്തിലെ ഇസ്ലാം സ്കൂളിലെ UKG വിദ്യാർത്ഥിനിയാണ്. മാതാവ് ജിഷ മോൾ, സഹോദരങ്ങൾ ഭീമ ഫാത്തിമ, എസാ ഫാത്തിമ എന്നിവരാണ്. ഖബറടക്കം തിങ്കളാഴ്ച രാവിലെ 10-ന് കണ്ടന്തറ ജുമാ മസ്ജിദിൽ ഖബർസ്ഥാനയിൽ ഖബറടക്കം. ആഗസ്റ്റ് 25 ഞായറാഴ്ചയായിരുന്നു വൈകിട്ട് 6:30 കോട്ടയം മീനച്ചിയിൽ മരന്തൂർ സ്വദേശികളായ സുനിൽ ലാലിന്റെയും ശാലിനുടെയും മകൻ ബദ്രീനാഥ് 8 മാസം പ്രായമുള്ള സമാന രീതിയിൽ മരണപ്പെട്ടത്. റംബുട്ടാൻ പഴം കഴിച്ച് സമാന രീതിയിൽ മരണപ്പെട്ടത്. പഴം പൊളിച്ച് നൽകുന്നതിനിടെ കുട്ടിയുടെ തൊണ്ടയിൽ കുടുങ്ങുകയായിരുന്നു. ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഉടൻ ഭരണാഗാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരിക്കാൻ വേണ്ടി എന്തൊക്കെ കാരണങ്ങളാണ് പടച്ച റബ്ബ് സൃഷ്ടിക്കുന്നതല്ലേ. പടച്ച റബ്ബ് എല്ലാ മക്കളെയും തൊട്ട് കാക്കട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് റബ്ബ് കൊടുക്കട്ടെ. പടച്ച റബ്ബേ, ഇതുപോലുള്ള മരണങ്ങളിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ആ മാതാപിതാക്കൾക്ക് ഇത് എന്ന് സഹിക്കാൻ പറ്റുമെന്ന് അറിയില്ല റബ്ബേ. അവർക്ക് നീ സഹനശക്തിയും മറവിയും നീ കൊടുക്കണേ റബ്ബേ. സമാധാനം കൊടുക്കണേ റബ്ബേ. ഇതുപോലുള്ള മരണത്തെ തൊട്ട് നമ്മുടെ മക്കളെല്ലാം കാക്കണേ റബ്ബേ. ഇതുപോലുള്ള മുസീബത്തിൽ നിന്നും നമ്മെ രക്ഷിക്കണേ റബ്ബേ. ഒരു മാതാപിതാക്കൾക്കും ഇതുപോലുള്ള ഒരു അവസ്ഥ നീ കൊടുക്കല്ലേ റബ്ബേ. ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതാണ് റബ്ബേ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം. ഇന്ന് എത്രയോ മാതാപിതാക്കൾ ഖബറിന്റെ കരയിലാണ് റബ്ബേ. അവർക്കൊക്കെ ശമനശക്തിയും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ആ മകളുടെ ഖബറിലേക്ക്
സ്വർഗീയ കവാടം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. സ്വർഗത്തിന്റെ ആ വെളിച്ചം, സ്വർഗത്തിന്റെ ആ പ്രകാശം കൊണ്ട് ആ കബറിടം പ്രകാശപൂർണമാക്കണേ റബ്ബേ. അർഹമുറാഹിമായ റബ്ബേ, ഇതുപോലുള്ള സഹിക്കാൻ പറ്റാത്ത മരണങ്ങൾ തന്ന് മാതാപിതാക്കളെ പരീക്ഷിക്കല്ല റബ്ബേ. ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് ഖബറിന്റെ കരയിലാണ് റബ്ബേ. അവർക്കൊക്കെ സഹനശക്തിയും ശമനശക്തിയും സമാധാനവും നീ നൽകണേ റബ്ബേ. മറവി കൊടുക്കണേ റബ്ബേ. ആ പൊന്നുമോൾ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തിച്ചേക്കണേ റബ്ബേ. ഹർഷിന്റെ തണൽ നീ നൽകണേ റബ്ബേ. അവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒന്നിച്ച് കൂട്ടണേ റബ്ബേ. മഅ്ഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഇതുപോലുള്ള മുസീബത്തുള്ള മരണത്തിൽ നിന്നും നമ്മെ കാക്കണേ റബ്ബേ. കുറച്ച് റബ്ബേ, ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ. അവർക്കൊക്കെ പൂർണ്ണ ശിഫയും ആരോഗ്യവും നീ കൊടുക്കണേ റബ്ബേ. ഒരുപാട് പേര് നമ്മോട് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ റബ്ബേ. അവർക്കൊക്കെ പൂർണ്ണ ശിഫയും ആരോഗ്യവും സൗഖ്യവും നീ നൽകണേ റബ്ബേ. കുറച്ച് റബ്ബേ, നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ സ്വർഗത്തിന്റെ കവാടം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക. പ്രത്യേകിച്ച് ഈ മകൾക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. അവരുടെ ആ മാതാപിതാക്കൾക്ക് സഹനശക്തിയും ക്ഷമയും നൽകാൻ ദുആ ചെയ്യണം. പറ്റുന്നവർ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.